അട്ടിമറി നീക്കം ഭയന്ന് പാക് സൈനിക മേധാവി അസിം മുനീറിനെ ഫീൽഡ് മാർഷലാക്കി സ്ഥാനക്കയറ്റം. അസാധാരണ നീക്കത്തിലൂടെ അസിം മുനീറിനെ സംരക്ഷിക്കാൻ പാക് സർക്കാർ നീക്കം. അസിം മുനീറിന് അഭിനന്ദനം അറിയിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും രംഗത്തെത്തി. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, പാകിസ്ഥാനിലെ നിലവിലെ ഈ മാറ്റവും സംഭവ വികാസങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? രോഹിണി, തീർച്ചയായും വലിയൊരു അട്ടിമറി സാധ്യത, അതായത് പട്ടാള മേധാവി സ്ഥാനത്ത് നിന്ന് അസിം മുനീറിനെ മാറ്റാനുള്ള സാധ്യത ഉണ്ട് എന്ന സൂചനകളെല്ലാം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന വേളയിലെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിലൊരു നീക്കം പട്ടാളത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസിം മുനീറിനെ ഫീൽഡ് മാർഷലായി നിയമിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിനുള്ള അംഗീകാരം ഫീൽഡ് മാർഷലായി നിയമിക്കുന്നതിനുള്ള അംഗീകാരം ഇന്നലെ മന്ത്രിസഭ നൽകുകയും ചെയ്തത്. മന്ത്രിസഭ ഈ അംഗീകാരം നൽകിയപ്പോൾ തന്നെ അതിശക്തമായ വിമർശനം ഉയർന്നത് ഭാരതത്തിനെതിരെ ഈ ആക്രമണം നടത്തുന്നതിനെ ഭീകരരെ പിന്തുണച്ചതിനാണോ ഈ പദവി നൽകിയത് എന്ന ചോദ്യം ഉടൻ തന്നെ ലോകത്തുള്ള വിദഗ്ധരായ സാമൂഹ്യ വിദഗ്ധരും അതുപോലെ തന്നെ സൈനിക വിദഗ്ധരും ചോദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായതിനെ അഭിസംബോധന ചെയ്തത് ഈ അട്ടിമറി വിഷയത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരായ നീക്കത്തിലൂടെ രാജ്യത്തെ സംരക്ഷിച്ചത് ഒരു ധീരോചിതമായ പ്രവൃത്തിയാണെന്നും ആ ധീരോചിതമായ പ്രവൃത്തി ഇന്ന് വരെ രാജ്യം കണ്ടത് ഏറ്റവും മഹത്തരമാണെന്നും അതിനാൽ തന്നെ അസിം മുനീറിനെ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകുന്നു എന്നുമുള്ള ഒരു ട്വീറ്റാണ് ഇന്ന് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സിലെ കുറിപ്പാണ് പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായൊരു നിലപാട് എടുത്തത് ഭാരതത്തിനെതിരായ യുദ്ധം നയിച്ചു എന്നതിന്റെ പേരിൽ തന്നെയാണ്. ആ വിമർശനം തന്നെയാണ് ഇന്നലെ ശക്തമായി ഉയർന്നു വന്നതും ആ വിമർശനത്തിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ശരിവെക്കുന്ന ഒരു നിലപാട് പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയുമാണ്. അതിന്റെ പിന്നിലുണ്ടായ ഘടകം പാക് പ്രധാനമന്ത്രിയും പാക് ക്യാബിനറ്റും ഇത്തരമൊരു തീരുമാനമെടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് തീർച്ചയായും നേരത്തെ യോഹിനി സൂചിപ്പിച്ച ഈ അട്ടിമറിയുടെ സാഹചര്യം തന്നെയാണ്. ഒരു പട്ടാള മേധാവിയെ അട്ടിമറിച്ച് വേറൊരു സംവിധാനം വരുന്നത് താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കുന്നതിന്റെ ഭാഗമായാണ് പട്ടാള മേധാവിയായ അല്ലെങ്കിൽ ജനറലായ അസിം മുനീറിനെ ഫീൽഡ് മാർഷലായി പ്രൊമോഷൻ നൽകി ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, ഫീൽഡ് മാർഷൽ എന്ന് പറയുമ്പോൾ സൈന്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സേവനം ലഭ്യമാക്കിയ സൈനിക ഉദ്യോഗസ്ഥനെയാണ് ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് നിയമിക്കുക. അത്തരത്തിൽ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് നിയമിക്കുന്നതിന് ശേഷം റിട്ടയർമെന്റോ അത്തരത്തിലുള്ള വിഷയങ്ങളല്ല, പിന്നീട് റിട്ടയർമെന്റിൽ ആജീവനാന്തകാലം ആ പദവിയിൽ തുടരുകയും ചെയ്യും. ഫീൽഡ് മാർഷൽ ആ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ഉപദേഷ്ടകൻ, ഏറ്റവും പരമപ്രധാനമായ ഉപദേഷ്ടകനൊക്കെ ആയിരിക്കും. അത്തരത്തിൽ വലിയൊരു പദവിയാണ്, 5 സ്റ്റാർ പദവി എന്ന് സൈന്യത്തിൽ അറിയപ്പെടുന്ന ഒരു പദവി കൂടിയാണത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പദവിയിലേക്ക് അസിം മുനീറിനെ ഉയർത്തിയതിന്റെ അടിസ്ഥാന കാരണം ഭീകരതയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിക റാഡിക്കലൈസേഷനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച് പരസ്യമായി പറയുകയും ചെയ്ത ആളെ ഫീൽഡ് മാർഷലായി നിയോഗിച്ച് തങ്ങളുടെ ഭീകരതയോടുള്ള ഒരു ആഭിമുഖ്യം പ്രഖ്യാപിക്കുകയും അതുവഴി ആ അസിം മുനീറിനെ അട്ടിമറിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുകയുമാണ് ഉണ്ടായത് എന്നാണ് ഈ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതായത് ഐസൻ, ഒരു കാര്യം കൂടി ഇവിടെ നമുക്കറിയാം, പാക് സർക്കാരിന് പാക് സൈന്യത്തിന്റെ മേൽ വലിയ സ്വാധീനം ഇല്ല എന്നുള്ളത്. പലപ്പോഴും പാക് സൈന്യം പ്രവർത്തിക്കുന്നത് അവരുടെ തനിഷ്ടപ്രകാരമാണ് എന്ന് മാത്രമല്ല, ചേർത്ത് നിർത്തുന്നത് തീവ്രവാദികളെയുമാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം നിലവിലൊരു പട്ടാള അട്ടിമറി ശ്രമം ഉണ്ടാകാതിരിക്കാൻ തന്നെയല്ലേ അസിം മുനീറിന് ഇത്തരത്തിലുള്ളൊരു ഫീൽഡ് മാർഷൽ സ്ഥാനക്കയറ്റം നൽകി പാക് സർക്കാർ സംരക്ഷിക്കുന്നത്? കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അസിം മുനീറിനെതിരെ ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. അസിം മുനീർ രാജ്യത്ത് തന്നെ ഇല്ല എന്നുള്ളതടക്കമുള്ള ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രിയും പട്ടാള മേധാവിയും ചേർന്നുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പ്, അതോടൊപ്പം സർക്കാരും സൈന്യവും ഒന്നിച്ചു നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കൽ, ഇതൊക്കെ തന്നെയല്ലേ പാക് സർക്കാർ ശ്രമിക്കുന്നത്? തീർച്ചയായും രോഹിണി, പാകിസ്ഥാനിലെ പട്ടാളത്തിന് ഒരു വിചിത്രമായ സ്വഭാവമാണ്. പാകിസ്ഥാന്റെ പട്ടാളത്തിന് മറ്റ് രാജ്യങ്ങളിലെ ലോകമെമ്പാടുമുള്ള പട്ടാളത്തിന്റെ സ്വഭാവം വെച്ച് പരിശോധിക്കുമ്പോൾ ഏറെ വിചിത്രമായ ഒരു സ്വഭാവ പ്രത്യേകതയുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സൈന്യമാണ്. ഈ സൈന്യം പല ഭീകര സംഘടനകളെയും പിന്തുണയ്ക്കുകയും ആ ഭീകര സംഘടനകളെ പിന്തുണച്ച് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, അതുവഴി രാജ്യവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന പല സാഹചര്യങ്ങളും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പലതവണ പട്ടാള അട്ടിമറി നടന്ന ഒരു ചരിത്രവും പാകിസ്ഥാനുണ്ട്.
പറയാറുണ്ട്. നിരവധി തവണ പട്ടാള അട്ടിമറി നടന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പട്ടാള അട്ടിമറിയുടെ സാധ്യതയും പട്ടാളം സർക്കാരിനപ്പുറത്തുള്ള ഒരു സൂപ്പർ സർക്കാരായി പെരുമാറുന്ന ഒരു രീതിയാണ് കാലങ്ങളായി ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് പാകിസ്ഥാന്റെ പട്ടാളത്തിന്റെ അടിസ്ഥാന സ്വഭാവ വൈകൃതമായി തന്നെ കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സൈന്യം ഈ ഒരു അട്ടിമറിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും നമുക്കറിയാം, അവസാനം പട്ടാള അട്ടിമറി നടന്നത് മിയാൻ നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച പർവേസ് മുഷറഫിന്റെ നീക്കമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പട്ടാള അട്ടിമറികളുടെ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇനിയും ഉയർന്നു വരികയാണെങ്കിൽ അത് വലിയ തോതിൽ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തിരിച്ചറിവും, അതുപോലെ തന്നെ സ്ഥാനഭ്രഷ്ടരാക്കപ്പെടുകയും നിരവധിയായ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജനാധിപത്യ പ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ എല്ലാം തന്നെ ജയിലിലാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഷഹബാസ് ഷെരീഫ് ഇത്തരത്തിലൊരു പദവി നൽകാൻ നിർബന്ധിതനായത് എന്ന് കൃത്യമായ നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട്. പട്ടാള അട്ടിമറിയിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വളരെ കൃത്യമായി നടപ്പാക്കുക കൂടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായ ഈ നീക്കത്തിന്റെ പിന്നിലെന്നതും ഒരു നിരീക്ഷണവുമാണ്. അത് കുറെയൊക്കെ വസ്തുതാപരമാണെന്ന് തെളിയിക്കുന്ന ചില റിപ്പോർട്ടുകളും നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. എന്തു തന്നെയായാലും സൈന്യം പാകിസ്ഥാനെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുന്ന ഒരു സാധ്യത എന്നുമുണ്ട്. ഇന്നും അങ്ങനെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തെ സൈന്യം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ താൽക്കാലികമായെങ്കിലും പ്രധാനമന്ത്രി പദവിയിൽ തുടരുക, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ആ ജനാധിപത്യ സ്വഭാവത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അവിടെ തന്നെ നിലനിർത്തുക എന്നൊരു വിട്ടുവീഴ്ചാപരമായ നിലപാടിന്റെ ഭാഗമായുണ്ടായ ഒരു വാഗ്ദാനം തന്നെയാണ് അസിം മുനീറിന് നൽകിയിരിക്കുന്ന പദവി, ഫീൽഡ് മാർഷൽ പദവി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. 1965 ഏക ഫീൽഡ് മാർഷലിനെ പാകിസ്ഥാൻ നിയമിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് നിയമിക്കുന്നത് എന്നതുകൂടി പരിഗണിക്കുമ്പോൾ ഈ വസ്തുതകളെല്ലാം തന്നെ യാഥാർത്ഥ്യമുള്ളത് എന്ന് മനസ്സിലാക്കാനും സാധിക്കും. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.